In the last class, we discussed the definition of definite integral. Today we will deal with properties of definite integral. Two special definite integrals. Integral a to a f of x dx equal to 0. ഏതൊരു പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് എൻ ടെൻ ടു ഇൻഫിനിറ്റി summation k equal to 1 to n f of ck into delta x, where delta x is the length of the subintervals taken. Ck is an arbitrary point in the subinterval xk minus 1 xk and n is the number of subintervals. ഇവിടെ ലിമിറ്റ്സ് എ ടു എ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സബ് ഇൻ്റർവെലിന് ലെങ്തേ ഇല്ല എന്നർത്ഥം. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്യാനോ ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല. സോ ദ ആൻസർ വിൽ ബി 0. ഓർ വി ക്യാൻ ഇൻ്റർപ്രറ്റ് ഇറ്റ് ഇൻ ജോമെട്രിക്കലി. വൈകൾ എഫ് ഓഫ് എക്സ് എന്ന ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ എന്ന ഒരു പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്കും ബിക്കും ഇടയ്ക്കാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് പോസിറ്റീവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഈ കാണുന്ന ഏരിയയാണ്. ഇൻ്റഗ്രൽ എ ടു എ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഏരിയ അണ്ടർ ദ കർവ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് സൈന് കയറി വരുന്നത് ഓർക്കുക. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നെഗറ്റീവ് സൈന് വരുന്നത്? ഡെൽറ്റ എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബി മൈനസ് എ ബൈ എൻ എന്നാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ എൻ എന്നാണ്. നമ്മുടെ ഇപ്പോൾ തന്നിരിക്കുന്ന കേസിൽ എ ടു ബി അല്ല ബി ടു എ ആവുന്ന സമയത്ത് വി ഹാവ് ടു റൈറ്റ് എ മൈനസ് ബി ബൈ എൻ. സോ റേമാൻ സം എടുക്കുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് സൈൻ അവിടെ കയറി വരുന്നു ഡെൽറ്റ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിട്ട് മാറിയത്. നൗ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾസ്. ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ 2 to 2 x square minus 2x plus 4 dx. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സെയിം ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആൻസർ വിൽ ബി 0. നൗ ഇൻ്റഗ്രൽ 3 to മൈനസ് 1 4 മൈനസ് എക്സ് സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൈനസ് ഇൻ്റഗ്രൽ -1 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ആ എക്സാമ്പിൾ ഇവിടെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ ഒരു നെഗറ്റീവ് സൈന് കയറി വരും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. If c is a real number, then integral a to b c dx equal to c into b minus a. For example, if the constant c equal to 3, then the evaluate integral 2 to 7 3 dx ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആൻസർ വിൽ ബി 3 into 7 minus 2. കാരണം നമ്മൾ റേമാൻ സം എടുക്കുന്ന സമയത്ത് ഏതൊരു എഫ് ഓഫ് സി കെ എടുത്താലും ആൻസർ നിങ്ങൾക്ക് 3 എന്ന് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ ആ 3 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് വരും. ദെൻ നമുക്ക് ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെൽറ്റ എക്സുകളുടെ സമ്മാണ് വരിക. ഡെൽറ്റ എക്സുകളും അതായത് എല്ലാ സബ് ഇൻ്റർവെൽസിനെയും ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ ആയിരിക്കും. അതായത് 7 minus 2. സോ ദ ആൻസർ വിൽ ബി 3 into 7 minus 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. സോ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് വിൽ ബി ദ ആൻസർ. നൗ ലെറ്റ് us കൺസിഡർ ദ സം ഓർ ഡിഫറൻസ് ഓഫ് ഫങ്ഷൻസ്. In this case, integral a to b f of x plus or minus g of x dx equal to integral a to b f of x dx plus or minus integral a to b g of x dx. Similarly, constant multiple rule, integral a to b c into f of x dx equal to c times integral a to b f of x dx, where c is any constant. ഇതിൻ്റെ ഈ റിസൾട്ട്സിൻ്റെ പ്രൂഫ് എല്ലാം തന്നെ നമുക്ക് റേമാൻ സമ്മിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി സി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ റേമാൻ സമ്മിന് കറസ്പോണ്ടിങ് റേമാൻ സം എഴുതിയിരിക്കുകയാണ്. ദാറ്റ് വിൽ ബി ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n. എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ ഹിയർ വി ഹാവ് സി ഇൻറ്റു എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ്. സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് റേമാൻ സമ്മിന് നമുക്ക് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. ബാക്കി കാണുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. So integral a to b c times f of x dx equal to the constant c into integral a to b f of x dx. Now here we have some example problems again. Use the result integral 0 to 1 x square dx equal to 1 by 3 to evaluate these two definite integrals.
So integral 0 to 1 x square minus 4 dx. Using the sum rule or here the difference rule, we can write this equal to integral 0 to 1 x square dx minus integral 0 to 1 4 dx. Integral 0 to 1 x square dx 1 by 3 ആണെന്ന് തന്നിട്ടുണ്ട്. So it is 1 by 3 minus integral 0 to 1 a constant ആണ് 4 into dx ആണ്. So 4 into 1 minus 0. Constant 4 into upper limit minus lower limit, that is 4 into 1. So the answer is negative 11 by 3. ഇനി കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇന്റഗ്രൽ 0 to 1 5x square dx ആണെങ്കിൽ it is enough to find 5 into integral 0 to 1 x square dx, that is 5 into 1 by 3, that is 5 by 3. Here we have an important property of definite integrals. If c is any number in closed interval ab, then integral a to b f of x dx equal to integral a to c f of x dx plus integral c to b f of x dx. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനിടയ്ക്കുള്ള ഒരു നമ്പറാണ് സി എങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണണമെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ലിമിറ്റ് ഓഫ് റേമാൻ സം എന്ന ഡെഫിനിഷൻ ഓർത്താൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രൂഫ് മനസ്സിൽ ഓർക്കാവുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവുന്ന സമയത്ത് റേമാൻ സമ്മിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ സബ് ഇൻ്റർവെൽസ് എ ടു സി വരെയുള്ളത് മാത്രമാണ്. ദെൻ ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുന്ന സമയത്ത് സി ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെലിന് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ റേമാൻ സമ്മ് കണ്ടുപിടിക്കാൻ എടുക്കുന്നത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ടു ബി വരെയുള്ള റേമാൻ സമ്മ് ലഭിക്കും. സോ ദിസ് റിസൾട്ട് ഫോളോസ്. So here we have an example problem. Suppose integral 1 to 6 f of x dx equal to 8 and integral 4 to 6 f of x dx equal to 5. So what will be integral 1 to 4 f of x dx? ഇവിടെ തന്നിട്ടുള്ളത് 1 to 6 f of x dx. Integral 1 to 6 f of x dx തന്നിട്ടുണ്ട്. Integral 4 to 6 f of x dx തന്നിട്ടുണ്ട്. We have the result integral 1 to 4 f of x dx plus integral 4 to 6 f of x dx equal to integral 1 to 6 f of x dx. So write the result and substitute the relevant terms. Here integral 1 to 6 f of x dx 8 ആണെന്ന് തന്നിട്ടുണ്ട്. Integral 4 to 6 f of x dx 5 ആണെന്ന് തന്നിട്ടുണ്ട്. So we have integral 1 to 4 f of x dx equal to 8 minus 5. That will be 3. Some more properties. If f of x greater than or equal to 0 on closed interval ab, then integral a to b f of x dx greater than or equal to 0. f of x greater than or equal to 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർവ് ഇത്തരത്തിൽ എക്സ് ആക്സിസിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഫംഗ്ഷൻ എല്ലായ്പ്പോഴും സീറോയോ പോസിറ്റീവോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ദ ഏരിയ അണ്ടർ ദിസ് കർവ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതേസമയം ഫംഗ്ഷൻ പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ചില സമയത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഹിയർ ഇറ്റ് ഈസ് എ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബി. Integral a to b f of x dx is the area of the region above closed interval ab. അതായത് this area മൈനസ് ദിസ് ഏരിയ ആണ് വരിക. സ്വാഭാവികമായും ഇതിനേക്കാൾ കൂടുതൽ ഏരിയ താഴെ വരുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, സോ ആ കേസിൽ നമുക്ക് ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കും, സോറി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എഫ് ഓഫ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. If f of x is greater than or equal to g of x and closed interval ab, then integral a to b f of x dx is greater than or equal to integral a to b g of x dx. ഇവിടെ നമുക്ക് ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ വെച്ച് വളരെ പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. സപ്പോസ് ദിസ് ഇസ് എ കർവ് y equal to f of x. f of x is greater than or equal to g of x means that g of x must be drawn like this. Okay, f of x ന്റെ താഴെയായിട്ടാണ് നമുക്ക് g of x വരയ്ക്കേണ്ടി വരിക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ചില പോയിന്റ്സിൽ അത് എഫ് ഓഫ് എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലും വരയ്ക്കാം. പക്ഷേ ഒരിക്കലും എഫ് ഓഫ് എക്സിന്റെ മുകളിൽ പോകുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും g of x നിൽക്കുന്നത്. സോ ഇന്റഗ്രൽ a to b f of x dx means the area under the curve y equal to f of x. Okay, and integral a to b g of x dx means area under the curve g of x. Clearly, area under the curve f of x is greater than or equal to area under the curve g of x. So, integral a to b f of x dx is greater than or equal to integral a to b g of x dx. And if f of x lies between small m and capital M, that is m into
m less than or equal to f of x less than or equal to capital M on closed interval AB, then m into b minus a is less than or equal to integral a to b f of x dx less than or equal to capital M into b minus a. നമുക്കതും geometrical interpretation വഴി ഒന്ന് explain ചെയ്യാൻ ശ്രമിക്കാം. Suppose this is a function y equal to f of x in the interval closed interval AB. And the value of f of x lies between small m and capital M. So ഞാൻ ഈ വരച്ചത് പ്രകാരം ഫംഗ്ഷന്റെ മിനിമം വാല്യൂ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്, അത് സ്മോൾ എം ആക്കി എടുത്തു. ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരുന്ന ഈ പോയിന്റ് ഇവിടെ ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കാം. സോ what will be m into b minus a? Small m into b minus a is actually this breadth into length, area of this rectangle. Capital M into b minus a എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എടുക്കേണ്ടി വരും. Then width is same as b minus a. And capital M into b minus a is the area of this large rectangle. Therefore, area under the graph y equal to f of x is greater than or equal to the area of the small rectangle and is less than or equal to area of the large rectangle. So, we may conclude that m into b minus a is less than or equal to integral a to b f of x dx less than or equal to capital M into b minus a. Integral a to b f of x dx എന്നത് area under the curve y equal to f of x ആണ്. Now let us have a more general definition of the definite integral. Definite integral define ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി വെച്ചിട്ടായിരുന്നു. അതിനൊരു പാർട്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. പാർട്ടീഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള കുറച്ച് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. x0, x1, etc. xn. ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവ ഈക്വലി സ്പേസ്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ജനറലി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവ ഈക്വലി സ്പേസ്ഡ് ആവണം എന്ന് നിർബന്ധമില്ല. സോ ലെറ്റ് x0, x1, etc. xn be any partition of closed interval AB such that a equal to x0 സ്റ്റാർട്ട് ചെയ്യുന്നത് x0ലാണ്, എയിലാണ്, അവസാനിക്കുന്നത് ബിയിലാണ്. ആൻഡ് ദ പോയിന്റ്സ് x1, x2, etc. such a way that x0 is less than x1, less than x2, etc. less than xn minus 1, less than xn equal to b. Then what will be the corresponding sub-intervals? Closed interval x0, x1, x1, x2, etc. xn minus 1, xn. പക്ഷേ ഇവയുടെ ഒന്നും ലെങ്ത് ഈക്വൽ ആവണമെന്നില്ല. ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടീഷനെ നമ്മൾ വിളിച്ച പേരാണ് റെഗുലർ പാർട്ടീഷൻ. സോ റെഗുലർ അല്ലാത്ത പാർട്ടീഷൻസിലും നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ആ കേസിൽ നമ്മൾ ഇതുപോലെ ഓരോ സബ് ഇന്റർവെൽസിന്റെ ഉള്ളിൽ നിന്നും മുമ്പ് ചെയ്തതുപോലെ തന്നെ ഓരോ പോയിന്റ്സ് C1, C2, etc., CK, etc., CN ഇത്രയും n പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. then what will be the corresponding integral? that will be limit n tends to infinity sigma k equal to 1 to n f of ck into അതുവരെ ഡെഫിനിഷനിൽ മാറ്റമില്ല. നമ്മൾ അതിനുശേഷം ഡെൽറ്റ എക്സ് എന്ന് എഴുതിയിരുന്നു, ലെങ്ത് ഓഫ് ദ സബ് ഇന്റർവെൽസ്. എല്ലാ സബ് ഇന്റർവെൽസിലും ലെങ്ത് ഈക്വൽ ആവുന്ന കേസിൽ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഓരോ സബ് ഇന്റർവെൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ഹാവ് ടു റൈറ്റ് ഡെൽറ്റ എക്സ് കെ, where delta xk is the length of the kth sub-interval. So we have to write the Riemann sum in such a way that f of ck into length of first sub-interval, that is x1 minus x0, plus f of c2 into length of the second sub-interval, that is x2 minus x1, etc. സോ ഇതുപോലെ നമ്മൾ അൺഈക്വൽ ലെങ്ത് എടുത്തിട്ടാണ് സബ് ഇൻ്റർവെൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അത്തരം എല്ലാ സബ് ഇൻ്റർവെൽസിലും വെച്ചിട്ട് ലാർജസ്റ്റ് ലെങ്ത് വരുന്ന സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്താണോ അതിനെ നമ്മൾ നോം ഓഫ് ദ കറസ്പോണ്ടിങ് പാർട്ടീഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു x0, x1, x2, etc. xn ആണെന്ന് വിചാരിക്കാം. ഇതിൽ ഓരോ സബ് ഇൻ്റർവെൽസിനെയും ലെങ്ത് നമ്മൾ കാണുന്നു. അതിൽ ലാർജസ്റ്റ് ലെങ്ത് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ദ norm of the partition, and it is denoted by this symbol norm p. For example, consider this particular partition. ഇവിടെ 8 സബ് ഇൻ്റർവെൽസ് ആയിട്ടൊരു പാർട്ടീഷൻ നടത്തിയിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-2നെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിതിൽ ഓരോന്നിൻ്റെയും ലെങ്ത് ആണ് ഈ തന്നിട്ടുള്ളത്, ഡെൽറ്റ x1, ഡെൽറ്റ x2, എക്സെട്ര. പക്ഷെ ഇവിടെ ഹയസ്റ്റ് ലെങ്ത് അല്ലെ ലാർജസ്റ്റ് ലെങ്ത് വരുന്നത് ഡെൽറ്റ x3 ആണ്, 1/2 ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. സോ നോം ഓഫ് ദിസ് പാർട്ടീഷൻ ഇസ് 1/2.
നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഗുലർ പാർട്ടീഷൻ ആണെങ്കിൽ, അതായത് എല്ലാ സബ് ഇന്റർവെൽസിന്റെയും ലെങ്ത് ഈക്വൽ ആവുന്ന കേസിൽ നോം പി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എക്സ്. അതായത് നോം ഓഫ് ദ പാർട്ടീഷൻ എല്ലായ്പ്പോഴും എല്ലാ സബ് ഇന്റർവെൽസിന്റെയും ലെങ്ത് സെയിം ആണെങ്കിൽ ഡെൽറ്റ എക്സ് തന്നെയായിരിക്കും നോം പി ആയിട്ട് വരിക. ആ കേസിൽ അത് ബി മൈനസ് എ ബൈ എൻ ആണ്. പക്ഷേ അൺഈക്വൽ ലെങ്ത് ഉള്ള സബ് ഇന്റർവെൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഡെൽറ്റ എക്സ് കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ആക്ച്വലി നോം വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. എല്ലാ സബ് ഇന്റർവെൽസും ഈക്വൽ ആവുന്ന സമയത്താണ് എല്ലാത്തിനെയും ലെങ്ത് ബി മൈനസ് എ ബൈ എൻ ആയിട്ട് നിൽക്കുന്നത്. അൺഈക്വൽ ലെങ്ത് ആണ് ഉള്ളതെങ്കിൽ ഈ ബി മൈനസ് എ ബൈ എന്നിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ലെങ്ത് എന്തായാലും ഉണ്ടാവും. സോ നോം പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ, ഓർ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ നോം പി. സോ ഇവിടെ നോം പി സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് n will be tends to infinity. Number of subintervals approach infinity. So we can define the definite integral generally in this way. Let f be a bounded function defined on an interval closed interval ab. എന്താണ് ഈ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സപ്പോസ് വി ഹാവ് എ നമ്പർ m such that modulus of f of x is less than or equal to m for all x. Then we say that the function f is bounded. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല. ഏതൊരു എഫ് ഓഫ് എക്സ് വാല്യൂ എടുത്താലും ഒരു പെർട്ടിക്കുലർ എമ്മിനേക്കാൾ ചെറുതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. So here let f be a bounded function defined on the interval closed interval ab. Then the definite integral of f on ab is denoted by integral a to b f of x dx and is defined as limit norm p tends to 0. Limit n tends to infinity എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് norm p tends to 0 എന്ന് എഴുതാം. Sigma k equal to 1 to n f of ck into delta x. If the limit exists for all partitions p of closed interval ab and all choices of ck in xk minus 1 xk. ഈ പറഞ്ഞ ഡെഫിനിഷനെ നമുക്ക് പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിട്ട് ഈ രീതിയിൽ പറയാം. സാധാരണ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറയാറുള്ളത്, given an epsilon greater than 0, there is a delta greater than 0 such that if mod x minus a less than delta, then modulus of f of x minus l is less than epsilon. ആ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. The definite integral of f on ab is integral a to b f of x dx if for every epsilon greater than 0, there exists a number delta greater than 0 such that for every partition p of closed interval ab with norm p less than delta, norm p tends to 0 എന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്. സോ norm of p minus 0 എന്നാണ് ആക്ച്വലി ഇവിടെ വരിക. ഓർ വി മേ സേ norm p, ഹിയർ നമുക്ക് ആക്ച്വലി വരുന്നത് മോഡുലസ് ഓഫ് norm p മൈനസ് 0 എന്നാണ്. അതിന് നമുക്ക് norm p എന്ന് എഴുതിയാൽ മതി. സോ വി ഹാവ് for every partition p of closed interval ab with norm p less than delta, then every choice of point ck in xk minus 1 xk, the inequality modulus of sigma k equal to 1 to n f of ck delta xk minus integral a to b f of x dx is less than epsilon. ഇവിടെ integral a to b f of x dx ഡിഫൈൻ ചെയ്തിട്ടുള്ള ലിമിറ്റ് നോം p tends to 0 sigma k equal to 1 to n f of ck into delta x എന്നാണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ഈ കാണുന്ന ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദർ ഇസ് എ നമ്പർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever mod x minus a less than delta, whenever 0 less than mod x minus a less than delta, modulus of f of x minus l less than epsilon എന്നാണ്. ഇവിടെ മോഡ് എക്സ് മൈനസ് എ എടുത്ത സ്ഥലത്ത് നമുക്ക് എടുക്കേണ്ടത് മോഡുലസ് ഓഫ് നോം പി മൈനസ് 0 ആണ്. ദാറ്റ് ഈസ് നോം പി ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ വെനെവർ നോം പി ലെസ് ദാൻ ഡെൽറ്റ and every choice of ck in the kth subinterval, this inequality holds. ഈ ഇനിക്വാളിറ്റി എന്താണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന മൊത്തം സമ്മാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എൽ. എൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇൻറ്റഗ്രൽ ആണ്. സോ മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സോ നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് അല്ലെ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സുമായിട്ട് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. These problems, given that integral 1 to 3 f of x dx equal to 4 and integral 3 to 6 f of x dx equal to 2, evaluate the following integrals.
First we have to find integral 3 to 1 2 into f of x dx. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് integral 1 to 3 f of x dx ആണ്. കണ്ടുപിടിക്കേണ്ടത് integral 3 to 1 2 times f of x dx ആണ്. So first time we will use the rule integral 1 to 3 2 times f of x dx equal to minus integral 1 to 3 2 times f of x dx. And this may write minus 2 can be taken outside since a constant minus 2 into integral 1 to 3 f of x dx. And integral 1 to 3 f of x dx is given to be 4. So the answer is minus 2 into 4 equal to negative 8. And in problem B, we have to find integral 6 to 1 f of x dx. 6 to 1 f of x dx ഇവിടെ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് 1 to 3 വരെയുള്ള ഇൻ്റഗ്രലും 3 to 6 വരെയുള്ള ഇൻ്റഗ്രലുമാണ്. We have to find integral 1 to 6 f of x dx. So we have the rule integral 1 to 6 f of x dx equal to integral 1 to 3 f of x dx plus integral 3 to 6 f of x dx. So the answer is 4 plus 2, that's equal to 6. Similarly, integral 3 to 1 minus 2 into f of x dx equal to minus 2 into negative integral 1 to 3 f of x dx. That is 2 into integral 1 to 3 f of x dx is 4. So the answer is 8. And problem D, integral 2 to 2 3 times f of x dx. That is 3 into integral 2 to 2 f of x dx. Since the limits are equal, since upper and lower limits are equal, the answer is 3 into 0. That's equal to 0. And in the problem 29, integral minus 1 to 3 f of x dx and integral minus 1 to 3 g of x dx are given. We have to find integral minus 1 to 3 f of x plus g of x dx. That is integral minus 1 to 3 f of x dx plus integral minus 1 to 3 g of x dx. That's equal to 5 minus 2, that is 3. And integral minus 1 to 3 g of x minus f of x dx is integral minus 1 to 3 g of x dx, that is minus 2, minus integral minus 1 to 3 f of x dx, that is 5. So the answer is negative 7. And integral minus 1 to 3 3 f of x minus 2 g of x dx is 3 into integral minus 1 to 3 f of x dx minus 2 into integral minus 1 to 3 g of x dx. So the answer is 3 into 5, that is 15, minus 2 into minus 2, that is plus 4. So the answer is 19. In the similar manner, you may attempt for the problem 30.